തുടർച്ചയായി വീഡിയോകൾ ഇട്ടിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ലേ? എനിക്കും ഇങ്ങനെയായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. നമ്മൾ ഓരോരുത്തരും ഓരോ എക്സ്ട്രാ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ ആരംഭിച്ചത് അല്ലേ? പലർക്കും പല ലക്ഷ്യങ്ങളാണ്. എന്നാലും നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എക്സ്ട്രാ വരുമാനം. ജോലിക്ക് പോകുന്നവരുണ്ടാകാം, വീട്ടിലിരിക്കുന്നവരുണ്ടാവും, ആരുമാവട്ടെ. നമുക്കെപ്പോഴും ഒരു എക്സ്ട്രാ വരുമാനം കിട്ടുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ചാനൽ ആരംഭിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് വേണ്ടത്, നമുക്ക് വ്യൂവിനേക്കാളൊക്കെ ഉപരി നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക എന്നുള്ളതാണല്ലേ. സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പം ഓട്ടോമാറ്റിക്കലി വ്യൂസും കൂടും. അപ്പം എൻ്റെ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു 2-3 വർഷം മുൻപാണെങ്കിലും ഞാനതൊരു സ്റ്റഡി ചാനലായിട്ടാണ്, ഒരു ടീച്ചിങ് ചാനലായിട്ടായിരുന്നു ഞാനത് ആരംഭിച്ചത്. അപ്പം ആരംഭിച്ച ടൈമിൽ ഞാൻ ആദ്യം ഒരു വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്തുള്ളൂ. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കയറി വന്നു. നല്ല വ്യൂസും വന്നു, അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും വന്നു. ഒരു 100-200 ഒക്കെ എന്ന് വെച്ചാൽ ഞാൻ ആർക്കും സെൻഡ് ചെയ്ത് കൊടുത്തിട്ടല്ല കേട്ടോ, അല്ലാതെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ തുടങ്ങി. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞാൻ ആ ടീച്ചിങ് ഫീൽഡ് നിന്ന് കുറച്ച് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ഫാമിലി പ്രശ്നങ്ങൾ കാരണം എനിക്ക് ടീച്ചിങ് ഫീൽഡ് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് എൻ്റെ സബ്ജക്റ്റിലധികം അറിയാം, എങ്കിലും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള സമയമില്ലായ്മ ഒരു കാരണമായിട്ട് വന്നു. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ ചാനൽ പാടെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ വന്നു. പിന്നെ ഞാൻ ചാനലിലെ മൈൻഡ് ചെയ്തതേയില്ല. പക്ഷേ കുറച്ച് നാൾ മുൻപ് ഞാൻ വിചാരിച്ചു, എനിക്കൊരു എക്സ്ട്രാ വരുമാനം വേണം. അതിനുവേണ്ടി എൻ്റെ ചാനൽ ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പിന്നെയും വീഡിയോ ഇടാനായിട്ട് ആരംഭിച്ചു. ആദ്യം ഞാൻ റീൽസാണ് കേട്ടോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. റീൽസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച ഒരെണ്ണം ഇട്ടു. അതിനുശേഷം 1-2 ആഴ്ചകൾക്ക് ശേഷമാണ് അടുത്ത റീൽസ് ഇട്ടത്. പിന്നെ അടുപ്പിച്ച് 1-2 ഇട്ടു. പിന്നെയും വ്യൂസൊന്നും അധികം കൂടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനതങ്ങ് ഉപേക്ഷിച്ചു. പിന്നെയും ഇടയ്ക്ക് വല്ലപ്പോഴും ഇടും, പിന്നെയും ഇടും, അങ്ങനെ പോയി. പക്ഷേ എനിക്കങ്ങനെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും കൂടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. എല്ലാ ദിവസവും എങ്ങനെയെങ്കിലും ഒരു റീൽസ് എങ്കിലും വെച്ച് ഞാൻ ഇടാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇടാനായിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് പയ്യെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ നാട്ടിൻ പുറത്തെ ഒരു ശൈലിയിലൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടപ്പോൾ കൂടുതൽ വ്യൂസ് അതിന് വന്നു. അതായത് നാട്ടിൻ പുറവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഞാൻ അങ്ങനത്തെ വീഡിയോസ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ എനിക്ക് പിന്നെയും ഒരു ദിവസം 10, 15, 20 ഒക്കെ വെച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് തുടങ്ങി. അപ്പോഴും വ്യൂസ് അതിന് തക്ക വന്നില്ലെങ്കിലും ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ തുടങ്ങി. എന്നും വീഡിയോസ് ഇടാൻ തുടങ്ങി. വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പതിയെ 1000ലേക്കും അവിടെ നിന്ന് 1200, 1300, 1400 അങ്ങനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ വലിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ എനിക്കറിയില്ലായിരുന്നു ഹാഷ്ടാഗ് ഇടണമെന്നോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെന്നോ ടാഗ് ചെയ്യണമെന്നോ ഒന്നും തന്നെ എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ പ്രോപ്പറായിട്ട് ഹാഷ്ടാഗുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി, പ്രോപ്പറായിട്ട് ടാഗ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടുകയും ആ വീഡിയോയ്ക്ക് തക്കതായ ഡിസ്ക്രിപ്ഷനും ടാഗും കൊടുത്തതോട് കൂടിയിട്ടാണ് എനിക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടിയത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും റീൽസും ഒക്കെ ഇട്ടതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കൂടി വന്നു. അങ്ങനെ കൂടി വന്നു. ഞാനിപ്പോഴും അതിൽ തന്നെ ഉറച്ച് മുന്നോട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു, അതിന് ഫലം ഉടനെ കിട്ടണം എന്നില്ല അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ വീഡിയോയ്ക്ക് ചേരുന്ന ഡിസ്ക്രിപ്ഷനും അതോടൊപ്പം തന്നെ തംബ്നെയിലും ഒക്കെ കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും സബ്സ്ക്രൈബേഴ്സ് വരും. നമ്മുടെ വീഡിയോസ് പുതിയ പുതിയ കാഴ്ചക്കാരിലേക്ക് എത്തുകയും അവരെ പിടിച്ചിരുത്തുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ നമ്മുടെ വീഡിയോയിൽ ഉണ്ട് എങ്കിൽ അവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, കുറച്ചെങ്കിലും ഉപകാരപ്രദമായി എന്ന് തോന്നിയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബാക്കി ടിപ്സുമായിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. എങ്ങനെ വ്യൂസ് കൂട്ടാം എന്നുള്ളതും അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ എങ്ങനെ മോണിറ്റൈസ് ആയി എന്നുള്ളതും അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ.